ഹലോ ഗൈസ്, ഞാൻ ദേവികയാണ്. ഞാൻ എന്താ ചെയ്യണേന്നൊന്നും നിങ്ങളടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വർഷം എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. MGയിലാണ് പഠിച്ചത്. ഇപ്പോൾ ഇവിടെ വരാന്ത റേസിൽ ബാങ്കിങ്ങിനാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ജ്യോതികയാണ്. അപ്പോൾ നമ്മൾ രാവിലെ വന്നു. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയായിരുന്നല്ലേ. ഇന്നലെ ഇവിടുത്തെ സെലിബ്രേഷൻ ആയിരുന്നു, നമ്മളെല്ലാവരും പോയിരുന്നു. പിന്നെ ഇത് നമ്മുടെ മിസ്സ് കളിക്കുന്നതാണ്, ഇത് JK സാറ്. പിന്നെ കരോൾ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5 ടീംസാണ് മത്സരിച്ചായിട്ട്, ഒരാൾ ജയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് സിംഗിളായിട്ട് പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു. ഈ കാർഡ്സിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാൾ കാർഡ്സ് എടുത്തിട്ട് അത് അയാൾ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ വേറൊരു കാർഡ് അയാളുടെ കയ്യിൽ എഴുതിക്കൊണ്ട് വരുവാണ് ചെയ്തത്. അതും നൈസായിരുന്നു, മൈൻഡൊക്കെ റീഡ് ചെയ്ത് അത് സൂപ്പറായിരുന്നു. എല്ലാവരും ഗ്രൂപ്പായിട്ട് ഡാൻസ് ചെയ്യും, സിംഗിളായിട്ട് പാട്ട് പാടിയവരുണ്ട്, വയലിൻ ഉണ്ടായിരുന്നു, ഗിത്താർ ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു, അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനേ പറ്റിയില്ല. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പേരാണ് സർക്കിളിൽ വരുന്നത്. ഒരാളോട് ഉണ്ടായിരുന്നു, ആൾക്ക് സുഖമില്ലാതെ ആൾ നാട്ടിൽ പോയേക്കുവാണ്. പിന്നെ ഇവരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മിക്ക ക്ലാസ്സിൽ നിന്നും ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ളവർക്കും നമ്മൾ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കെടുക്കാമെന്നുള്ള, ഞാൻ അത് ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രോഗ്രാമിൽ വേറെ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ പങ്കെടുക്കാമെന്നൊക്കെ പറയുന്ന ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പുറത്തുനിന്നുള്ളപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാത്തവർക്കൊക്കെ ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യാം. അതൊക്കെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ JK സാറുമാരും പിള്ളേരും എല്ലാം ഒരുമിച്ച് കളിയും മത്സരവും എല്ലാം തന്നെ എല്ലാം അടിപൊളിയായിരുന്നേ. ഇവരാണ് ജയിച്ചത്. പിന്നെ ഇതാണ് കീബോർഡ് പ്ലേ ചെയ്ത്, അതും സൂപ്പറായിരുന്നു. പിന്നെ കുറേ പേര് സിംഗിളായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, സിംഗിളായിട്ട് ഡാൻസ് കളിച്ചവരുണ്ട്. ഈ ചേട്ടൻ്റെയൊക്കെ ഡാൻസൊക്കെ നൈസായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ എല്ലാ ഡാൻസും സൂപ്പറായിരുന്നു. പിന്നെ മെൻറ്റേഴ്സിൻ്റെ ഡാൻസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ലാസ്റ്റായിരുന്നു മെൻറ്റേഴ്സിൻ്റെ ഡാൻസും സൂപ്പറായിരുന്നു. എല്ലാവരും അടിപൊളി. ഇതാണ് മെൻറ്റേഴ്സിൻ്റെ ഡാൻസ്, അടിപൊളിയായിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ പവൻ സാറാണ്, നമ്മുടെ മെൻറ്ററാണ്. പിന്നെ ഇത് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെയാണ്. അപ്പം മെൻറ്ററും പിള്ളേരും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കളിക്കാം. ഞാൻ പൊതുവേ ഇങ്ങനെ ഡാൻസ് കളിക്കാത്തത് കൂടാത്തോട്ട് ജസ്റ്റ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലാവരും കളിക്കുന്നതാണ്. ബാക്ക് സൈഡിലൊക്കെ കുറേ പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു, അവരുടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ 3 പേരും കൂടെ പുറത്തുപോയി ഫുഡ് കഴിക്കാനൊക്കെ പോയായിരുന്നു. ഒരാൾക്ക് വീട്ടിൽ പോകണമായിരുന്നു, പിന്നെ ഒരാൾ നാട്ടിൽ കോട്ടയമാണ്, ആളും നാട്ടിൽ പോകണമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ വരാന്ത റേസിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഉറപ്പായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 92% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.